രൂപത്തിന്റെ 9-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. 9-ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞു, ഈ അധ്യായം ഭക്തന്മാർക്ക് മാത്രം മനസ്സിലാകുന്നതാണ്, അതീവ രഹസ്യമാണ്, രാജഗുഹ്യമാണ്, രാജവിദ്യയാണ്, ഏറ്റവും വലിയ ശാസ്ത്രമാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. കാരണം ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്, ഭഗവാനെ കുറിച്ചുള്ള നേരിട്ടുള്ള അറിവാണ്, ഭക്തിയുത സേവനത്തിനെ കുറിച്ചുള്ള അറിവാണ്. പക്ഷെ അതെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനിലും ഭഗവാന്റെ സ്ഥാനത്തിലും വിശ്വാസമില്ലാത്തവർക്ക് ഈ ജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്രദ്ധദാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവൃത്തന്തേ മൃത്യു സംസാരവർമ്മനി. അങ്ങനെയുള്ളവർ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്ത് തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യണം. അതാണ് അവരുടെ വിധി. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് മുക്തി നേടി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രകൃതിയെക്കുറിച്ച്. പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ പ്രകൃതി ഭഗവാനല്ല എന്നുള്ള കാര്യം ഭഗവാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രകൃതിയിൽ നിന്ന് വേറിട്ട് ഒരു അസ്തിത്വം ഭഗവാനുണ്ട്. പ്രകൃതി ഭഗവാന്റെ ശക്തിയാണ്, എന്നാൽ പ്രകൃതി എന്നത് ഭഗവാൻ തന്നെയല്ല. ഭഗവാൻ ഇതിലൊന്നുമില്ല എന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ ദിവസം വായിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. മയാ തദമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്ഥാനി സർവഭൂതാനി നച്ചാഹം തേഷു അവസ്ഥിത നച്ചമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതപ്രന്നജ ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. അപ്പൊ ഭഗവാൻ ഈ പ്രകൃതിയിൽ അലിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഭഗവാൻ നൽകുന്നത്. ഭഗവാന്റെ ശക്തിയാണ് ഈ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷെ ഭഗവാൻ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വം ഭഗവാനുണ്ട്. അപ്പൊ ഭഗവാന്റെ വ്യക്തിത്വം അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കൂടുതൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച്, ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഭഗവാൻ എത്രത്തോളം കൺട്രോൾ ഉണ്ട് ഈ പ്രകൃതിയിൽ, പ്രകൃതിയെ എത്രത്തോളം ഭഗവാൻ നിയന്ത്രിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് 5-ാമത്തെ ശ്ലോകം വരെയാണ്. നച്ചമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്നജ ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല, എന്റെ യോഗപ്രഭാവം നോക്കൂ. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരു അംശമല്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമല്ല, ഭഗവാനിൽ നിന്നാണ് ഈ പ്രകൃതി ഉണ്ടായിട്ടുള്ളത്. ഭഗവാൻ വ്യത്യസ്തനായിട്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ്. ഭഗവാന് വേറിട്ടൊരു വ്യക്തിത്വമുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉദാഹരണം ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഒരു വ്യക്തി, ഒരു ഫാക്ടറിയുടെ ഉടമസ്ഥൻ ഒരു ഫാക്ടറി നിർമ്മിച്ചു, അതിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ വ്യക്തിയുടെ, ആ ഫാക്ടറി ഉടമസ്ഥന്റെ ഊർജത്താലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്താലാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ വ്യക്തി, ഫാക്ടറിയുടെ ഉടമസ്ഥൻ ആ ഫാക്ടറിയിൽ അലിഞ്ഞില്ലാതായി പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഊർജത്താൽ അത് പ്രവർത്തിക്കുന്നു. പക്ഷെ അദ്ദേഹം ആ ഫാക്ടറിയിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മറ്റുള്ളവരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതേപോലെ ഇവിടെ ഈ ഭൗതിക പ്രകൃതിയിലും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ദേവന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഭഗവാൻ യഥാർത്ഥത്തിൽ ഈ ഭൗതിക പ്രകൃതിയിൽ നേരിട്ട് പ്രവർത്തനങ്ങളൊന്നുമില്ല. അതങ്ങനെ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന് ഈ ഭൗതിക പ്രകൃതിയിൽ പ്രത്യേകിച്ച് കർമ്മമൊന്നുമില്ല.
എന്നുള്ള കാര്യം നമുക്ക് ഇനിയുള്ള ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ വായിക്കുന്ന ശ്ലോകം 6ാമത്തെ ശ്ലോകമാണ്. 6, 7, 8 ശ്ലോകങ്ങൾ നമ്മൾക്ക് സമയമുണ്ടെങ്കിൽ വായിക്കാം. 3 ശ്ലോകങ്ങൾ വായിക്കാം. 6ാമത്തെ ശ്ലോകം 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്രഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനി ത്യുപധാരയാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. 6ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനി ത്യുപധാരയ. വിവർത്തനം. ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ സർവ്വ സൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. ഭാവാർത്ഥം. ഭീമമായ ഈ ഭൗതിക പ്രപഞ്ചം എങ്ങനെ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് ഒരു സാധാരണ മനുഷ്യന് ഊഹിക്കാനാവില്ല. അതിന്റെ സാധ്യത നമുക്ക് സുഗ്രാഹ്യമാക്കാനായി ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കുകയാണ് ഭഗവാൻ. മനുഷ്യനെ അനുമാനിക്കാവുന്ന വിപുലമായൊരു പ്രതിഭാസമാണ് ആകാശം. ആ ആകാശത്തിലുള്ള വായു അഥവാ കാറ്റാണ് പ്രപഞ്ചത്തിലെ മഹത്തായ ആവിർഭാവം. വായുവിന്റെ ചലനം സർവ്വ പദാർത്ഥങ്ങളുടെയും ചലനത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത്രയും മഹത്തരമാണ് വായു. എങ്കിലും അത് ആകാശത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, അതിനപ്പുറം കടക്കുന്നില്ല. അതുപോലെ തന്നെ വിസ്മയാവഹമായ ഈ പ്രത്യക്ഷ പ്രപഞ്ചം പരമമായ ഭഗവദിച്ഛയാൽ നിലനിൽക്കുന്നു. എല്ലാം അതിനെ ആശ്രയിക്കുന്നു. ഭഗവാന്റെ ഹിതമനുസരിച്ചല്ലാതെ ഒരു പുൽക്കൊടി പോലും ഇളകുന്നില്ല. ആ ഇച്ഛാശക്തിക്ക് അധീനപ്പെട്ടാണ് ഏതൊന്നിന്റെയും പ്രവർത്തനം. ജീവജാലങ്ങളുടെ സൃഷ്ടിയും സ്ഥിതി സംഹാരങ്ങളും നടക്കുന്നത് ആ ഇച്ഛയ്ക്ക് വഴങ്ങി തന്നെ. എങ്കിലും ഭഗവാൻ അവയിൽ നിന്ന് അതീതനാണ്. വായുവിന്റെ പ്രവർത്തനങ്ങൾ ബാധിക്കാത്ത ആകാശത്തെ പോലെ. യത് ബിഷ വാതഃ പവതേ എന്ന് ഉപനിഷത് സൂക്തം. തൈത്തിരീയം 2:8-1. പരമപുരുഷനെ ഭയന്നാണ് വായു ചലിക്കുന്നത്. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനെ ഗാർഗി സൂര്യചന്ദ്രമസൗ വിധൃതൗ തിഷ്ഠത. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനെ ഗാർഗി ദേവാ പൃഥിവ്യൗ വിധൃതൗ തിഷ്ഠത. ബൃഹദാരണ്യകം 3:8-9. പരമദിവ്യോത്തമ പുരുഷന്റെ പരമമായ ആജ്ഞയാൽ അവിടുത്തെ നിയന്ത്രണത്താൽ സൂര്യചന്ദ്രന്മാരും മറ്റ് വൻഗ്രഹങ്ങളും ചരിക്കുന്നു. യക്ഷുരേഷ സവിത സകല ഗ്രഹാണാം രാജസമസ്ത സുരമൂർത്തിരശേഷതേജാഃ യസ്യാജ്ഞയാ ഭ്രമതി സംഹൃത കാലചക്രോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ബ്രഹ്മസംഹിത 5:52. സൂര്യന്റെ ചലനത്തെ കുറിച്ചുള്ള വിവരണമാണിത്. സൂര്യൻ ഭഗവാന്റെ ഒരു കണ്ണാണെന്നും ചൂടും വെളിച്ചവും പ്രസരിപ്പിക്കാൻ അതിന് അളവറ്റ കഴിവുണ്ടെന്നും പറയപ്പെടുന്നുവെങ്കിലും ഗോവിന്ദന്റെ ആജ്ഞയും ആഗ്രഹവും അനുസരിച്ച് നിർദ്ദിഷ്ട പദത്തിലൂടെയാണതു നീങ്ങുന്നത്. ഇങ്ങനെ നമ്മുടെ ദൃഷ്ടിയിൽ ഏറ്റവും വലുതും ആശ്ചര്യകരവുമായ ഈ ഭൗതിക പ്രപഞ്ചം ഭഗവാന്റെ പൂർണ്ണ നിയന്ത്രണത്തിന് അധീനമാണെന്നതിന് വൈദിക സാഹിത്യത്തിൽ പല തെളിവുകളും എടുത്തുകാട്ടിയിട്ടുണ്ട്. ഇതേ വിഷയത്തെപ്പറ്റി ഈ അധ്യായത്തിന്റെ അവസാന ശ്ലോകത്തിൽ കൂടുതൽ വിവരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യവാദജി. ഹരേ കൃഷ്ണ. ഇപ്പൊ ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിയെ സൃഷ്ടിക്കുക മാത്രമല്ല, അതിലെ ഓരോ ചലനങ്ങളെ നിയന്ത്രിക്കാനും ഭഗവാന് സാധിക്കും. ഭഗവാൻ അറിയാതെ ഈ ഭൗതിക പ്രകൃതിയിൽ ഒന്നും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഒന്നും നടക്കുന്നില്ല. അല്ല, ഈ ഭൗതിക പ്രകൃതിയിൽ ഏതൊരു ചലനം സംഭവിക്കണമെങ്കിലും, എന്തൊരു മാറ്റം സംഭവിക്കണമെങ്കിലും ഭഗവാന്റെ അനുമതി ആവശ്യമാണ്. കാരണം എന്താണ്? ഈ ഭൗതിക പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളത് ജഡവസ്തുക്കളെ കൊണ്ടാണ്. നമ്മൾക്കറിയാം ഇതിന്റെ ഈ ഭൗതിക പ്രകൃതിയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 ഘടകങ്ങളെ കുറിച്ച് 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? हरे कृष्ण। भूमिरापो अनलो वायु कमनोर बुद्धिरेव च अहंकारम इदीयं मे भिन्ना प्रकृति अशदा. പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇങ്ങനെയുള്ള 8 ഘടകങ്ങൾ കൊണ്ടാണ് ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ എല്ലാ ഘടകങ്ങളും 8 ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളാണ്, ജഡവസ്തുക്കളാണ്. അപ്പൊ ജീവനില്ലാത്ത ഘടകങ്ങളായതുകൊണ്ട് അതിനൊന്നും സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒന്നിനും സ്വന്തമായിട്ട് പ്രവർത്തിക്കാനോ ചലിക്കാനോ സാധിക്കില്ല. അപ്പൊ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? അതിലെല്ലാം ഭഗവാന്റെ ശക്തി പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമാണ് അതിന് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ എല്ലാ ഘടകങ്ങളുടെയും ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ട് എന്ന് ഭാഗവതത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ഘടകത്തിനകത്തും ഭഗവാൻ പരമാത്മ രൂപത്തിൽ പ്രവേശിക്കുന്ന സമയത്താണ് അതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അണ്ഡാന്തരസ്ഥം പരമാണു ചയാന്തരസ്ഥം എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. ഭഗവാൻ ഓരോ പ്രപഞ്ചത്തിനെയും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തേക്കും പ്രവേശിച്ചു ഗർഭോദകശായി വിഷ്ണുവായിട്ട്. അതേപോലെ ഭഗവാൻ പരമാത്മ രൂപത്തിൽ ഓരോ ആറ്റത്തിനകത്തേക്കും പ്രവേശിച്ചു എന്ന് പറയും. അണ്ഡാന്തരസ്ഥം പരമാണു ചയാന്തരസ്ഥം. അങ്ങനെ ഭഗവാൻ പ്രവേശിച്ചത് കൊണ്ടാണ് ഓരോ ആറ്റത്തിനകത്തും ചലനം നടക്കുന്നത്. അല്ലെ, ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് എല്ലാ ആറ്റവും ഡൈനാമിക് ആണ്, എല്ലാ ആറ്റങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഇലക്ട്രോണുകൾ അതേപോലെ പ്രോട്ടോണുകളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഈ പ്രപഞ്ചം മൊത്തം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണ്? അകത്തൊക്കെ ഭഗവാൻ പ്രവേശിച്ചിട്ടുണ്ട്, ഭഗവാന്റെ ശക്തി പ്രവേശിച്ചിട്ടുണ്ട്. അല്ലെ, ഭഗവാൻ പറയുന്നുണ്ട് ഓരോ ഗ്രഹത്തിനെയും നിലനിർത്തുന്നതും ചലിപ്പിക്കുന്നതും ഞാനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാമാവിശ്വജ ഭൂതാനി ധാരയാമ്യഹമോജസ. ഓരോ ഗ്രഹത്തിനകത്തും ഭഗവാൻ പ്രവേശിച്ചത് കൊണ്ടാണ് അത് ഭ്രമണപഥത്തിൽ നിൽക്കുന്നതും അത് കൃത്യമായിട്ടുള്ള ഓർബിറ്റലിലൂടെ, കൃത്യമായിട്ടുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നതും. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു ജഡവസ്തുവിനും സ്വന്തമായിട്ട് പ്രവർത്തിക്കാനോ കൃത്യമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കാനോ അതിന് സാധിക്കുകയില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തിനെയും ഭൗതിക സൃഷ്ടിയെയും വായുവിന്റെയും ആകാശത്തിന്റെയും ഉദാഹരണം കൊടുത്ത് പറഞ്ഞിരിക്കുകയാണ്. വായുവിനെ ഈ ഭൗതിക പ്രകൃതിയോടും അതേപോലെ ആകാശത്തിനെ ഭഗവാനോടുമാണ് താരതമ്യപ്പെടുത്തുന്നത്. വായു വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും പ്രവർത്തിക്കുന്നത് എന്തിനകത്താണ്? ആകാശത്തിനകത്ത് മാത്രമാണ്. സ്പേസ് ഉള്ളിടത്ത് മാത്രമാണ് വായു പ്രവർത്തിക്കുന്നത്. സ്പേസിന് പുറത്തേക്ക് പോകാൻ വായുവിന് സാധിക്കുകയില്ല. അതേപോലെ ഭഗവാന്റെ നിർദ്ദേശമുള്ള സ്ഥലത്ത് മാത്രമാണ് ഈ ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് പോകാൻ ഈ ഭൗതിക പ്രകൃതിക്ക് സാധിക്കില്ല. ഈ ഭൗതിക പ്രകൃതിയിലെ നിയമങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ടും ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്നാണ് ഈ ശ്ലോകം വിശദീകരിക്കുന്നത്. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ യഥാ സർവാണി ഭൂതാനി മസ്ഥാനി ഉപധാരയാണ്. വായു എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ ആകാശത്തിന്റെ പരിധി വിട്ടുപോകാൻ വായുവിന് സാധിക്കില്ല. അതേപോലെ ഭഗവാന്റെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ ഉപരിയായിട്ട് പ്രവർത്തിക്കാൻ ഈ ഭൗതിക പ്രകൃതിക്ക് സാധിക്കുകയില്ല. മറ്റൊരു കാര്യം കൂടി നമുക്ക് ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വായു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും, വായുവിന് വലിയ ശക്തി ഉണ്ടെങ്കിൽ പോലും, വായുവിന് കടലിനെയും പർവ്വതങ്ങളെയും ഒക്കെ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിലും ആ വായുവിന് ആകാശത്തിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ സ്പേസിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വായുവിന് സാധിക്കുന്നില്ല. അതേപോലെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെ, വലിയ വലിയ പ്രവർത്തനങ്ങൾ, വലിയ വലിയ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ മുതൽ ചെറിയ ചെറിയ ആറ്റങ്ങളുടെ ചലനങ്ങൾ വരെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വായുവിന്റെ ചലനം ഒരിക്കലും ആകാശത്തിനെ ബാധിക്കാത്തതുപോലെ വായുവിന്റെ ചലനം വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത് നിൽക്കുന്ന ആകാശത്തിനെ, സ്പേസിനെ ബാധിക്കുന്നില്ല.
അതേപോലെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും ഒരിക്കലും ഭഗവാനെ ബാധിക്കുന്നതേയല്ല. ഭഗവാൻ അതുമായിട്ട് യാതൊരു നേരിട്ടുള്ള ബന്ധവുമില്ല. അതൊക്കെ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിലെ പ്രവർത്തനങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിന്റെ കീഴിലാണ്. ഭഗവാന്റെ അനുമതിക്ക് വിപരീതമായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ അനുമതിക്ക് ഉപരിയായിട്ടോ ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ പ്രവർത്തനങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. വായു ചലിക്കുന്നത് യത് ഭിഷാവാദപ്പവതെ വേദങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ഓരോ പ്രപഞ്ചത്തിലുള്ള ഓരോ ചലനങ്ങളെയും എടുത്തു പറഞ്ഞിട്ട് അതൊക്കെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വായു ചലിക്കണമെങ്കിൽ, സൂര്യൻ ഉദിക്കണമെങ്കിൽ, മഴ പെയ്യണമെങ്കിൽ, അഗ്നിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒക്കെ, മൃത്യുദേവന് പ്രവർത്തിക്കണമെങ്കിൽ, മൃത്യു ഓടി ഓടി പണിയെടുക്കണമെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കണം. ഭഗവാനെ ഭയന്നിട്ടാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് എന്നവിടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്കും ശക്തമാണ് ഭഗവാന്റെ നിയന്ത്രണം, ഭഗവാന്റെ നിയന്ത്രക ശക്തി. അതെ, ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. കവിം പുരാണ മനുഷ്യാസിതാരം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കവിം പുരാണ മനുഷ്യാസിതാരം. കവിം, അദ്ദേഹം എല്ലാം അറിയുന്നവനാണ്. അതേപോലെ പുരാണ വ്യക്തിയാണ്. അനുശാസിതാരം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നിയന്ത്രിക്കുന്നവനാണ്, എല്ലാവരെയും ശാസിക്കുന്നവനാണ്. ഭഗവാന്റെ ശാസനയ്ക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ ആർക്കും സാധിക്കില്ല, ബ്രഹ്മാവിന് പോലും സാധിക്കുകയില്ല. അത്രയ്ക്കും ശക്തനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയ്ക്ക് ഉന്നതമാണ് ഭഗവാന്റെ പൊസിഷൻ. ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ, വായു ഇങ്ങനെയുള്ള ദേവന്മാരൊക്കെ ഭഗവാനെ ഭയന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്നുള്ള വ്യക്തിത്വം ഒരു സാധാരണമായിട്ടുള്ള വ്യക്തിത്വമല്ല. സൂര്യൻ ഉദിക്കണമെങ്കിൽ ഭഗവാന്റെ അനുമതി ഉണ്ടായിരിക്കണം. ബ്രഹ്മാവിന് സൃഷ്ടി നടത്തണമെങ്കിൽ ഭഗവാന്റെ അനുമതി ഉണ്ടായിരിക്കണം. മൃത്യുദേവന് പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന്റെ അനുമതി ഉണ്ടായിരിക്കണം. അത്രയ്ക്കും ശക്തനായിട്ടുള്ള നിയന്ത്രകനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ഈശ്വരൻ എന്ന് പറയുന്നത്, പരമ ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ബ്രഹ്മസംഹിതയിൽ ഭഗവാനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹം, അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഈശ്വരൻ, വ്യത്യസ്തമായിട്ടുള്ള ഈശ്വരന്മാരുണ്ട്. അതിൽ പരമമായിട്ടുള്ള ഈശ്വരൻ, ഏറ്റവും ഉയർന്ന നിയന്താവ്, ഏറ്റവും ഉയർന്ന നിയന്ത്രകൻ, നിയന്ത്രിക്കുന്ന വ്യക്തി അതാരാണ്? കൃഷ്ണനാണ്. അല്ലെ, കൃഷ്ണൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ആർക്കും സാധിക്കുകയില്ല. സുപ്രീം അതോറിറ്റിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നതൊക്കെ സത്യമായിട്ട് നടക്കുമെന്ന് പറയുന്നത്. അല്ലെ, ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപടി നടക്കും. കാരണം ഭഗവാന്റെ എല്ലാ ശക്തികളും പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും ഭഗവാന്റെ ആജ്ഞ നിറവേറ്റാനുമാണ്. അത്രയ്ക്കും ശക്തനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ സൃഷ്ടിയിലുള്ള നിയന്ത്രണത്തിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. 7ഉം 8ഉം ശ്ലോകങ്ങളിൽ ഭഗവാൻ സൃഷ്ടിയെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. 7ഉം 8ഉം ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 7ഉം 8ഉം ശ്ലോകങ്ങൾ വായിച്ചോളൂ, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. വായിക്കണം ഗുരുജി. നളിനി മാതാജി വായിച്ചോളൂ. സർവഭൂതാനി കൗന്ദേയ, ഹരേ കൃഷ്ണ. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം
കൽപ്പക്ഷേ പുനഃസ്ഥാനി കൽപ്പാദോ വിസൃജാമ്യഹം. കുന്തിപുത്ര, ഓരോ കൽപ്പത്തിന്റെയും അവസാനത്തിൽ ഈ ഭൗതിക ആവിർഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുന്നു. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എന്റെ ശക്തിയിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം: ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പൂർണ്ണമായും ഭഗവത് ഇച്ഛയ്ക്ക് അധീനപ്പെട്ടിരിക്കുന്നു. കൽപ്പാവസാനം എന്നത് ബ്രഹ്മാവിന്റെ മൃത്യുവിനെയാണ് കുറിക്കുന്നത്. 1 നൂറ്റാണ്ട് നിലനിൽക്കുന്നതാണ് ബ്രഹ്മാവിന്റെ ജീവിതകാലം. അതിന്റെ ഓരോ പകലും ഭൂലോകവാസികളുടെ 430 കോടി സംവത്സരങ്ങൾ ഉൾക്കൊണ്ടതത്രേ. രാത്രിയും അത്ര തന്നെ. വർഷങ്ങൾക്കുള്ള അങ്ങനെയുള്ള പകലുകൾ ചേർന്ന് 30 ദിവസങ്ങൾ ചേർന്നാൽ ബ്രഹ്മാവിന്റെ ഒരു ഉത്തരവാകും. അവസരങ്ങൾ ബ്രഹ്മാവ് മരണമടയുമ്പോൾ പ്രളയമുണ്ടാകും. ഭഗവാനിൽ നിന്ന് ആരംഭിച്ച ശക്തി അദ്ദേഹത്തെ തന്നെ പ്രാപിക്കുന്നു ആവശ്യപ്പോൾ ഭഗവാന്റെ ശക്തിക്കനുസൃതമായി നിർവഹിക്കപ്പെടുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? ഹരേ കൃഷ്ണ. ക്ലിയർ അല്ല പ്രഭു. ക്ലിയർ അല്ല പ്രഭുജി. വേറെ ആരെങ്കിലും വായിക്കട്ടെ. അദ്ദേഹം സ്വയം ആഗ്രഹിക്കുന്നതോടെ പ്രത്യക്ഷ പ്രപഞ്ചം ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത ശ്ലോകം വേറെ ക്ലിയർ അല്ല. ഹരേ കൃഷ്ണ. ക്ലിയർ അല്ല. 8ാമത്തെ ശ്ലോകം സ്വപ്നമാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രകൃതിം സോമവഷ്ടഭ്യ വിസർജ്യാമി പുനഃ പുനഃ ഭൂതഗ്രാമമിമം കൃഷ്ണം അവശം പ്രകൃതിർവശാത്. പ്രപഞ്ച പ്രവർത്തനം എന്റെ അധീനതയിലാണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും കൂടുതൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം: ഭഗവാന്റെ അധമശക്തിയുടെ ആവിഷ്കരണമാണ് പ്രപഞ്ചമെന്ന് മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിവേളകളിൽ ഭൗതിക ശക്തി മഹത്തത്വം എന്ന പേരിൽ വേർതിരിക്കപ്പെട്ടു. ഭഗവാന്റെ ആദി പുരുഷാവതാരമായ മഹാവിഷ്ണു അതിൽ ഉൾപ്പോകുന്നു. ആ കാരണ സമുദ്രത്തിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഉച്ഛ്വാസങ്ങളിൽ നിന്നാണ് എണ്ണമറ്റ പ്രപഞ്ചങ്ങൾ ഉളവാകുന്നത്. ആ ഓരോ പ്രപഞ്ചത്തിലും ഗർഭോദകശായി വിഷ്ണുവിന്റെ രൂപത്തിൽ ഭഗവാൻ വീണ്ടും പ്രവേശിക്കുന്നു. അങ്ങനെയാണ് ഓരോ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെടുന്നത്. പിന്നെ ക്ഷീരോദകശായി വിഷ്ണുവായും ഭഗവാൻ സ്വയം ആവിർഭവിക്കുന്നു. ആ വിഷ്ണുവാകട്ടെ ഏതൊരണുവിലും അന്തപ്രവിഷ്ടനാകുന്നുണ്ട്. അവിടുന്ന് എല്ലാറ്റിലും പ്രവേശിക്കുന്നു. ഈ വസ്തുതയാണ് ഇവിടെ വിവരിക്കുന്നത്. ജീവാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പ്രകൃതിയുടെ ഗർഭത്തിൽ നിലകൊള്ളുകയും പൂർവ്വജന്മ കർമ്മ ഫലങ്ങൾക്കനുസരിച്ച് വിവിധ നിലകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം അങ്ങനെ ആരംഭിക്കുകയായി. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളും സർഗാരംഭം മുതൽക്കേ തുടങ്ങും. അവയെല്ലാം ക്രമേണ പരിണമിക്കുകയില്ല. പ്രപഞ്ചത്തിന്റെ ആവിർഭാവത്തോടു കൂടി തന്നെ ഭിന്നവർഗങ്ങളിൽപ്പെട്ട ജീവികൾ, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. കഴിഞ്ഞ പ്രളയകാലത്ത് ജീവാത്മാക്കൾക്ക് ഏതേത് ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവോ അതേ ഗ്രഹങ്ങളാണ് പുനരാവിഷ്കരിക്കപ്പെടുന്നത്. ജീവാത്മാക്കൾക്ക് ഈ പ്രക്രിയയിൽ സ്വാധീനതയില്ലെന്ന് അവശം എന്ന പദം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ സൃഷ്ടികാലത്ത് അവരുടെ ജീവിതം എങ്ങനെയോ അതേ അവസ്ഥ പുനരാരംഭിക്കുന്നതേ ഉള്ളൂ. അതും ഭഗവൻ നിയോഗം കൊണ്ട് തന്നെ. ഇതാണ് കൃഷ്ണന്റെ ഭഗവാനതീതമായ പ്രഭാവം. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജീവിവർഗത്തെ ഇങ്ങനെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹം അവയോട് ബന്ധം പുലർത്തുന്നില്ലതാനും. വിവിധ ജീവാത്മാക്കളുടെ വാസനകൾക്ക് അനുയോജ്യമാണ് സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അതിൽ പോകുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സ്വപ്ന മാതാജി ആൻഡ് നളിനി മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ സൃഷ്ടി രഹസ്യത്തെ കുറിച്ച് പറയുകയാണ്.
സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ്, നിലനിർത്തുന്നത് വിഷ്ണു, സംഹരിക്കുന്നത് മഹാദേവൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും സംഹരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടിക്ക് സഹായം ചെയ്യുക മാത്രമാണ് ബ്രഹ്മാവും, സംഹാരത്തിന് സഹായം ചെയ്യുക മാത്രമാണ് മഹാദേവനും ചെയ്യുന്നത്, അല്ലെങ്കിൽ രുദ്രാവതാരങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വിശദമായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഭാഗവതം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും. ഈ സൃഷ്ടിയുടെ കാര്യം തന്നെ ഭാഗവതത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ ആദ്യത്തെ സൃഷ്ടി, ഭൗതിക സൃഷ്ടി നടക്കുന്നത് മഹാവിഷ്ണുവിൽ നിന്നാണ്, അല്ലെ? മഹാവിഷ്ണുവിൽ നിന്ന് പ്രധാന എന്ന് പറഞ്ഞിട്ടുള്ള ഭൗതിക ഊർജം സൃഷ്ടിക്കപ്പെട്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്നത് മഹാവിഷ്ണു തന്നെയാണ്. പിന്നീട് മഹാവിഷ്ണുവിന്റെ പ്രവർത്തനം കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഭൗതിക ഘടകങ്ങളുണ്ടായി. അഗ്നി, ജലം, ആകാശം, വായു, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളുണ്ടായി. ആ ഘടകങ്ങളെ തമ്മിൽ സംയോജിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നത്. ആ ബ്രഹ്മാണ്ടത്തിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അതിനകത്ത് ഗർഭോദകശായി വിഷ്ണുവായിട്ട് പ്രവേശിക്കുന്നു. ആ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെടുന്നത്, നാഭിയിൽ നിന്നുണ്ടാകുന്ന കമലത്തിൽ നിന്ന്. അതിനുശേഷം 14 ലോകങ്ങളും സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ലോകങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി, സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയും ഭഗവാൻ പരമാത്മരൂപത്തിൽ ക്ഷീരോദകശായി വിഷ്ണുവായിട്ടും ഓരോ ജീവജാലങ്ങളിലും പ്രവേശിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഷ്ണുമൂർത്തിമാരുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് രഹസ്യജ്ഞാനമാണ്. ഇതെല്ലാം ഇവിടെ പറയുന്ന കാര്യമെല്ലാം രഹസ്യജ്ഞാനമാണ്, ആളുകൾക്ക് അറിയാത്ത കാര്യമാണ്, അല്ലെ? 3 തരത്തിലുള്ള വിഷ്ണു ഉണ്ട് എന്നുള്ളത് രഹസ്യജ്ഞാനമാണ്. ആ രഹസ്യജ്ഞാനം നമ്മൾക്ക് എപ്പോഴാണ് ലഭിക്കുന്നത് എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. 3 തരം വിഷ്ണുമൂർത്തിയെ കുറിച്ച് അറിഞ്ഞവർക്ക് മുക്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. മുക്തി ലഭിക്കാനാകുന്ന സമയത്താണ് ഈ 3 തരത്തിലുള്ള വിഷ്ണുമൂർത്തിമാരെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, അതേപോലെ ക്ഷീരോദകശായി വിഷ്ണു. എല്ലാവരുടെയും സൈസ് വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും ഓരോരുത്തരുടെയും അവർ ചെയ്യുന്ന പ്രവൃത്തികളും വ്യത്യാസമുണ്ട്. കാരണോദകശായി വിഷ്ണുവിൽ നിന്നാണ് വ്യത്യസ്തമായിട്ടുള്ള പ്രപഞ്ചങ്ങൾ ഉത്ഭവിക്കുന്നത്. ഗർഭോദകശായി വിഷ്ണുവാണ് ഓരോ പ്രപഞ്ചത്തിനകത്തും പ്രവേശിച്ച് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നതും 14 ലോകങ്ങളും സൃഷ്ടിക്കുന്നതും ഗർഭോദകശായി വിഷ്ണുവാണ്. ആ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഓരോ പ്രപഞ്ചത്തിനെ പ്രവർത്തിപ്പിക്കുന്നതിനും സൃഷ്ടിക്കപ്പെട്ടുള്ള ഓരോ ജീവജാലങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ടി ഓരോ ജീവജാലങ്ങൾക്കകത്തും പരമാത്മരൂപത്തിൽ പ്രവേശിക്കുന്ന വിഷ്ണുമൂർത്തിയാണ് ക്ഷീരോദകശായി വിഷ്ണു. ക്ഷീരോദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാഴിയിൽ ശയിക്കുന്ന വിഷ്ണു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഷ്ണുമൂർത്തിമാരുണ്ട്. 3 തരത്തിലുള്ള വിഷ്ണുമൂർത്തിമാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം വിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ സൃഷ്ടി നടക്കുന്നതും സ്ഥിതി നടക്കുന്നതും അവസാനം പ്രളയം നടക്കുന്നതും വിഷ്ണുവിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പ്രളയം നടക്കുന്ന സമയത്ത്, ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കുന്ന സമയത്ത് തിരിച്ച് ഭഗവാന്റെ ശരീരത്തിലേക്ക് തന്നെ ഈ ഘടകങ്ങളെല്ലാം എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഭൗതിക ഘടകങ്ങളും അതേപോലെ ജീവാത്മാക്കളും ഭഗവാന്റെ ശരീരത്തിലേക്ക് തന്നെ പ്രവേശിക്കും. വീണ്ടും ആ ജീവാത്മാവിന് ഭൗതിക ആഗ്രഹങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ, ഭൗതിക ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ, അടുത്ത സൃഷ്ടിയുടെ സമയത്ത് വീണ്ടും അനേക കോടി വർഷങ്ങൾക്ക് ശേഷം അടുത്ത സൃഷ്ടിയുടെ സമയത്ത് വീണ്ടും അതിന് ഈ പ്രപഞ്ചത്തിലേക്ക് വരേണ്ടി വരും. ഇതിങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. പ്രകൃതിം സാമവഷ്ടഭ്യ വിസർജാമി പുനഃപുന. എത്ര പ്രാവശ്യം സൃഷ്ടി നടക്കും? സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കും, അല്ലെ? കാരണം ജീവാത്മാക്കളുടെ ഭൗതിക ആഗ്രഹങ്ങൾ തീരുന്നില്ല. ഭൗതിക ആഗ്രഹങ്ങളുടെ ഉള്ള ജീവാത്മാക്കൾ എല്ലാ കാലത്തും ഉണ്ടാകും. അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പ്രപഞ്ചങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്,
പ്രകൃതിം സ്വാം അവഷ്ടഭ്യ വിസൃജാമി പുനഃപുന ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവശം പ്രകൃതേർവശാം. ഇതെല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിൽ പ്രകൃതിയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രകൃതിയാണ് ചെയ്യുന്നത്. അപ്പൊ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും യഥാർത്ഥ കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് സൃഷ്ടി നടക്കുന്നതും സ്ഥിതി നടക്കുന്നതും അതേപോലെ സംഹാരം നടക്കുന്നതും. ഇതും രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്, ഭഗവാനെ കുറിച്ചുള്ള രഹസ്യ ജ്ഞാനമാണ്. ഇത് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മാവ് പറയുന്നുണ്ട്, നാരദ മഹർഷിയോട് പറയുന്നുണ്ട്, സൃഷ്ടി ചെയ്യുന്നത് ഞാനാണ് എന്നാണ് സാധാരണ ജനങ്ങൾ, ബുദ്ധിയില്ലാത്ത ആളുകൾ കണക്കാക്കുന്നത് എന്ന് ബ്രഹ്മാവ് തന്നെ പറയും. സൃഷ്ടികർത്താവ് ഞാനാണ് എന്നാണ് മായയ്ക്ക് അധീനരായിട്ട് അവർ തെറ്റിദ്ധരിക്കുന്നത് എന്ന് പറയും. കാരണം മായയ്ക്ക് അധീനരായിട്ടുള്ളവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാനാണ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മായയിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. അപ്പം അങ്ങനെ മായയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ജ്ഞാനമാണ് ഇവിടെ ഭഗവാൻ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഇവിടെ ഓരോ കൽപ്പത്തിലും സംഹാരം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓരോ കൽപ്പാവസാനത്തിലും വ്യത്യസ്ത കൽപ്പങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ബ്രഹ്മ പകലിനെ കൽപ്പം എന്ന് പറയാറുണ്ട്. അതേപോലെ ബ്രഹ്മാവിന്റെ ജീവിത അവസാനത്തിനെയും ബ്രഹ്മാവിന്റെ ഒരു മുഴുവൻ ആയുസ്സിനെയും കൽപ്പം എന്ന് പറയുന്നുണ്ട്. ഈ രണ്ടു തരത്തിലുള്ള കൽപ്പത്തിലും പ്രളയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ബ്രഹ്മാവിന്റെ ഒരു പകൽ സമയം കഴിയുന്ന സമയത്ത് പ്രളയം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നശിച്ചു പോകുന്നുണ്ട്. അതേപോലെ ബ്രഹ്മാവിന്റെ ആയുസ് തീരുന്ന സമയത്ത് ആ സമയത്തും വലിയ മഹാപ്രളയം സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് ബ്രഹ്മാണ്ടം മുഴുവൻ നശിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രളയങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാന്റെ ശരീരത്തിലേക്ക് ജീവാത്മാക്കൾ അഭയം തേടി പോകുന്നു. ഭഗവാന്റെ ശരീരത്തിൽ അവർ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സൃഷ്ടി നടക്കുന്നത് വരെ അവർ ആ ഭഗവാന്റെ ശരീരത്തിൽ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സൃഷ്ടി സമയത്ത് ഭഗവാൻ ആ ജീവാത്മാക്കളെ വീണ്ടും സൃഷ്ടിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പ്രകൃതിം സ്വാമവിഷ്ടഭ്യ വിസർജാമി പുനഃപുന ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവശം പ്രകൃതേർ വശാത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ശരീരം എടുക്കുന്നതിനും കാരണമുണ്ട് അല്ലെ? നമ്മുടെ പൂർവ്വ ജന്മത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ജന്മത്തിൽ ശരീരം കിട്ടുന്നത്. ഈ ജന്മത്തിലുള്ള നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടാണ് അടുത്ത ശരീരം നമ്മൾക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഭഗവാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നുണ്ട് അല്ലെ? എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട്. ഉപദ്രഷ്ട, അനുമന്ത. ഭഗവാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ഭഗവാൻ ഒരു സാക്ഷിയായിട്ട് നമ്മളെ നോക്കിക്കാണുന്നുണ്ട്. ഇതെല്ലാം ഭഗവാന് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാന് കൃത്യമായിട്ട് അറിയാം. അതിനനുസരിച്ചാണ് നമ്മൾക്ക് ഒരു അടുത്ത ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് പ്രകൃതിയോട് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് അടുത്ത ശരീരം ലഭിക്കുന്നത്. അപ്പൊ ആത്യന്തികമായിട്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ഓരോ ജീവാത്മാവിന്റെയും ഡീറ്റെയിൽസ് ഭഗവാൻ അറിയാമെന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതമുള്ള ഒരു കാര്യമാണ് അല്ലെ? നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾക്ക് തന്നെ അറിയില്ല. നമ്മൾ എന്തൊക്കെ ഈ ജന്മത്തിൽ ചെയ്തു എന്ന് പോലും നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മൾ എല്ലാ ജന്മത്തിൽ ചെയ്ത കാര്യവും ഭഗവാൻ അറിയാം. ഭഗവാൻ ഒരിക്കലും മറന്നു പോകുന്നില്ല അല്ലെ? ഭഗവാൻ പറയുന്നുണ്ട്, ബഹൂനിമേ വ്യതീതാനി, 4-ാമത്തെ അധ്യായത്തിൽ, ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്തം വേദ പരന്തപ. നമ്മൾ തമ്മിൽ ഒരുപാട് ജന്മങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അർജുനോട് പറയുന്നതാണ്. പക്ഷെ നിനക്കതൊന്നും ഓർക്കാൻ സാധിക്കില്ല, എനിക്കതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം എന്ന് ഭഗവാൻ പറയും. ഇങ്ങനെ അർജുനെ കുറിച്ച് മാത്രമല്ല, എല്ലാ ജീവാത്മാക്കളെ കുറിച്ചും എനിക്കറിയാമെന്നും ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു മെമ്മറി പവർ എത്രയായിരിക്കും അല്ല? അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും ഉയർന്ന മെമ്മറിയാണ് ഭഗവാന്റെ ഓർമ്മശക്തി. അതൊരിക്കലും മാറുന്നില്ല. അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും ഓരോ ശരീരം കിട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്,
സൃഷ്ടി നടക്കുന്നതും സംഹാരം നടക്കുന്നതുമെല്ലാം പൂർണ്ണമായിട്ടും ഭഗവാന്റെ തന്നെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ സാധിക്കും. ആരുടെയും സഹായമില്ലാതെ തന്നെ ഭഗവാൻ അത് ചെയ്യാൻ സാധിക്കുമെന്ന് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അത് ഭഗവാന്റെ ഒരു ശക്തി വിശേഷമാണ്. ഭഗവാന്റെ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം 9ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ശ്ലോകം ചൊല്ലാം. മൂന്ന് വിഷ്ണുമൂർത്തിയല്ലേ? മൂന്ന് വിഷ്ണു രൂപം പറഞ്ഞില്ലേ? വിഷ്ണുമൂർത്തി ഗർഭോദകശായി, ക്ഷീരോദകായി. ആദ്യത്തെ എനിക്ക് കിട്ടില്ല. കാരണോദകശായി. ആദ്യത്തെ വിഷ്ണു മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു കാരണോദകശായി വിഷ്ണു. കാരണ സമുദ്രത്തിൽ ശയിക്കുന്നത് കൊണ്ടാണ് കാരണ ഉദകശായി എന്ന് പറയുന്നത്. ഉദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം, ശായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശയിക്കുന്നവൻ എന്നർത്ഥം. കാരണ ഉദകശായി, ഗർഭ ഉദകശായി, ഗർഭോദകശായി, ക്ഷീര ഉദകശായി. 3 വിഷ്ണുമൂർത്തിമാരാണുള്ളത്. ഗുരുജി, ജഡവസ്തുക്കൾ എന്ന് പറഞ്ഞില്ലേ, അതിന് ഒരു ശ്ലോകം ചൊല്ലിയില്ലേ? പഞ്ചഭൂതങ്ങളും പിന്നെ എന്താ ജഡവസ്തുക്കളില്? പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം. നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ 4ാമത്തെ ശ്ലോകമല്ലേ? 7 ബുദ്ധി, അഹങ്കാരം അല്ലെ? ഭൂമിരാപോ അനലോ വായു ഘം മനോ ബുദ്ധി രേവച. ഒരു മിനിറ്റ്, ഒന്ന് എഴുതട്ടെ, ഒന്ന് പറയൂ. 7ാമത്തെ അധ്യായത്തില് 4ാമത്തെ ശ്ലോകം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. 7.4 എന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ശ്ലോകം ഭഗവത്ഗീതയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഭൂമിരാപോ അനലോ വായു ഘം മനോ ബുദ്ധി രേവച അഹംകാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതിൽ പഞ്ചഭൂതങ്ങൾ 5 ഘടകങ്ങൾ, അതേപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആകെ 8 ഘടകങ്ങൾ. ഇതെല്ലാം ജഡവസ്തുക്കളാണ്.